കേരളത്തിൽ ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ സന്നാഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഷൻ 25 എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. 26 എന്ന് പറയുന്ന അസംബ്ലി പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. അങ്ങനെ വലിയ സന്നാഹമാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ പ്രസിഡന്റാക്കി വന്നതിന് ശേഷം അദ്ദേഹം ജനറൽ സെക്രട്ടറിമാരെ വെച്ചു, വൈസ് പ്രസിഡന്റുമാരെ വെച്ചു. ഓരോ ദിവസവും പുതിയ പുതിയ ഭാരവാഹികളെ, പുതിയ മീൻസ് വയ്ക്കേണ്ട, വച്ചിട്ടില്ലാത്ത ഭാരവാഹികളെ, വിഭാഗത്തിൽ ഭാരവാഹികളെ വയ്ക്കുന്നു, മോർച്ചകളിൽ വെച്ചു. അത് കഴിയുമ്പോൾ കോർ കമ്മിറ്റി എടുത്തു. അങ്ങനെ ഓരോ മേഖലകളിലായിട്ട് ഇങ്ങനെ ആളുകളെ വെച്ച് അദ്ദേഹം വളരെ സന്നാഹം നടത്തി. ഇതിനിടയിലാണ് ഒരു കന്യാസ്ത്രീ പ്രശ്നം വന്ന് കുറേ ദിവസം ഒരു മാനസിക സംഘർഷം എല്ലാവർക്കും ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതെന്തായാലും കെട്ടടങ്ങി. ഇനി അത് കേസിൻ്റെ വഴിക്ക് പോകും. ഇപ്പോഴിതാ ഞാൻ ഈ പറഞ്ഞു വരുന്ന പുതിയ വിഷയം എന്താണെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. കാണുക, കേൾക്കുക, പ്രചരിപ്പിക്കുക, സംഭാവനകൾ നൽകുക, പരസ്യങ്ങൾ നൽകുക. ഇതിനാവശ്യമായ നമ്പറുകളൊക്കെ ചാനലിൽ വച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, പാലക്കാട് നഗരസഭ ആൾറെഡി ബി.ജെ.പിയുടെ കയ്യിലുണ്ട്. അത് നിലനിർത്തുക. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക. ഇതിൽ തിരുവനന്തപുരം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം വളരെ നാമമാത്രമായ സീറ്റുകൾക്കാണ് ആദ്യത്തെ പ്രാവശ്യം ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പോയത്. രണ്ടാമത് കുറച്ചുകൂടി സീറ്റ് കോൺഗ്രസ് പിടിച്ചു. എന്നാൽ ഇപ്രാവശ്യം 2025 ഡിസംബറിൽ ആയിരിക്കും മിക്കവാറും തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കേൾക്കുന്നു. അല്ലെങ്കിൽ ജനുവരി പോകാൻ സാധ്യതയില്ല, 25 തന്നെ നടത്താനാണ് സാധ്യത. അങ്ങനെ 2025 ഡിസംബറിലൊക്കെ പഞ്ചായത്ത്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീർച്ചയായും ബി.ജെ.പി. പിടിച്ചിരിക്കും. അതിന് വി മുരളീധരനാണോ കോർപ്പറേഷൻ്റെ സ്ഥാനാർത്ഥി, അതോ ശോഭാ സുരേന്ദ്രനെ ഇറക്കുമോ, അതോ ഇനി പുതിയ ആരെങ്കിലും കുമ്മനം രാജശേഖരൻ വരുമോ? ആരും വരാം കോർപ്പറേഷൻകാരൻ. കോർപ്പറേഷൻ മേയർ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാനമല്ല. പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റിയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു വലിയ സ്ഥാനമാണ്. ക്യാപിറ്റൽ സിറ്റിയുടെ മേയർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് വരെ വരുമ്പോഴൊക്കെ കൂടെ നിൽക്കാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന മേയറാണ്. ആദ്യത്തെ നഗരമാതാവും നഗരപിതാവും എന്നൊക്കെയാണുള്ള സങ്കല്പം. അതിൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കോർപ്പറേഷൻ ഒരു വാല്യൂ കൂടുതലുണ്ട് കേരളത്തിൽ. ആദ്യത്തെ കോർപ്പറേഷനാണ്. അങ്ങനെ പല കാരണങ്ങളാൽ സെക്രട്ടേറിയറ്റുമായിട്ടുള്ള ബന്ധമുള്ള തലസ്ഥാന കോർപ്പറേഷനാണ്. ഇത് കൃത്യമായി പിടിക്കാൻ ബി.ജെ.പി. സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിടിക്കും എന്ന് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയം പറയുന്നത് ഒരു ബി.ജെ.പി. അനുകൂലമായൊരു വർത്തമാനം പറയുന്നതല്ല. നിരവധി കൗൺസിലർമാരോട്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളോട്, പൊതുജനങ്ങളോടൊക്കെ ധാരാളമായി സംസാരിച്ചതിൻ്റെ ഫലമായി ഒരു ഫീൽഡ് സർവേ തന്നെ നടത്തിയെന്ന് പറയാം. ഫോറത്തിലല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കലാണ് നമ്മളുടെ സംഘം നടത്തിയ ഒരു സർവേയുടെ കൂടി, അല്ലെങ്കിൽ ഒരു 1-to-1 ഫേസ്-ടു-ഫേസ് സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടി വച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഇപ്രാവശ്യം പിടിച്ചിരിക്കും. അത് കൃത്യമായ സ്ട്രാറ്റജിയാണ്. ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു. 10, 30, 40 വർഷക്കാലത്തെ തിരുവനന്തപുരം നഗരത്തെ ഈ നിലയിലേക്കാക്കി ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം പോലും വാരി കളയാൻ കഴിയാതെ ഇവിടുത്തെ വെള്ളപ്പൊക്കവും മാലിന്യവും പ്രളയവും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുള്ള ഈ കോർപ്പറേഷനെ ലോകോത്തരമായൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാക്കി, ഇൻ്റർനാഷണൽ മെട്രോപൊളിറ്റൻ സിറ്റിയാക്കാനുള്ള എല്ലാ അജണ്ടകളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീം നീങ്ങുന്നത്. വരുന്ന ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഇലക്ഷൻ്റെ ബോംബാണ് പൊട്ടിച്ചതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ പൊട്ടിക്കാൻ പോകുന്നത് വികസിത ആക്ഷൻ പ്ലാനുകളുടെ ബോംബുകളാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക്, കോർപ്പറേഷന് വേണ്ടി വളരെ കൃത്യമായ ആക്ഷൻ പ്ലാൻ അണിയറയിൽ തയ്യാറാവുകയാണ്. ബി.ജെ.പിക്ക് ഒരു അവസരം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷേ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ തലവര വികസിത തിരുവനന്തപുരം, വികസിത കോർപ്പറേഷൻ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായും ബി.ജെ.പി. ഇപ്രാവശ്യം കോർപ്പറേഷൻ ഭരിക്കും.